ജിമ്മിൽ പോവാം, അടുത്ത ആഴ്ച ആവട്ടെ, 1-ാം തീയതി ആവട്ടെ, അല്ലെങ്കിൽ ഇന്ന ദിവസം ആവട്ടെ. നമ്മൾ ഈ മുഹൂർത്തം നോക്കേണ്ട ഒരു കാര്യമല്ല ഫിസിക്കൽ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ഇനി ജിമ്മിൽ പോയാൽ മാത്രമേ ഫിസിക്കൽ ആക്ടിവിറ്റി അല്ലെങ്കിൽ എങ്കിൽ മാത്രമേ വർക്കൗട്ട് ആകൂ എന്നതും ഒരു തെറ്റായിട്ടുള്ള ധാരണയാണ്. ക്ലിനിക്കൽ എക്സ്പീരിയൻസ് അനുസരിച്ചിട്ട് എല്ലാ PCOD സ്ത്രീകളും ഇന്നോട്ട് ആരംഭിക്കേണ്ട ഒരു ഹാബിറ്റ് എന്താണ്? ഹാബിറ്റ് എന്ന് പറയുമ്പോൾ അതിൽ നമുക്ക് ചിന്തിക്കാതെ തന്നെ പറയാം ഫിസിക്കൽ ആക്ടിവിറ്റി. അപ്പോൾ ഫിസിക്കൽ ആക്ടിവിറ്റിക്ക് ഞാൻ പറയുന്നത് പെർഫെക്ഷൻ നോക്കാൻ പോകരുത്, കൺസിസ്റ്റൻസി മാത്രം കീപ്പ് ചെയ്യാം. കാര്യം പലരും ജിമ്മിൽ പോവാം, അടുത്ത ആഴ്ച ആവട്ടെ, 1-ാം തീയതി ആവട്ടെ, അല്ലെങ്കിൽ ഇന്ന ദിവസം ആവട്ടെ. നമ്മൾ ഈ മുഹൂർത്തം നോക്കേണ്ട ഒരു കാര്യമല്ല ഫിസിക്കൽ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ഇനി ജിമ്മിൽ പോയാൽ മാത്രമേ ഫിസിക്കൽ ആക്ടിവിറ്റി അല്ലെങ്കിൽ എങ്കിൽ മാത്രമേ വർക്കൗട്ട് ആകൂ എന്നതും ഒരു തെറ്റായിട്ടുള്ള ധാരണയാണ്. അപ്പോൾ നമുക്ക് എപ്പോഴും കംഫർട്ട് സോണിനോട് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നമ്മൾ സ്ത്രീകളെന്ന് പറയുമ്പോൾ മൾട്ടി ടാസ്കറാണ്. ഓൾറെഡി ഇങ്ങനെ ഇരിക്കുന്ന ഒരാൾ പെട്ടെന്ന് ഞാൻ നാളെ തൊട്ട് വർക്കൗട്ട് ചെയ്യാൻ പോവാ, 40 മിനിറ്റ്സ് പെട്ടെന്ന് പോയി സ്റ്റാർട്ട് ചെയ്യും. ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്താ, കംഫർട്ട് സോൺ അപ്പോഴേ ബ്രേക്ക് ആയി. നെക്സ്റ്റ് ഡേ ആൾ എണീക്കത്തില്ല. എന്ന് വെച്ചാൽ ബ്രെയിൻ തന്നെ പുഷ് ചെയ്യില്ല, ഒന്നും എൻകറേജ് ചെയ്യില്ല, ഓൾറെഡി ആ കംഫർട്ട് സോൺ ബ്രേക്ക് ആയതുകൊണ്ട്. അപ്പോൾ നമ്മൾ എപ്പോഴും ഒരു 3 മിനിറ്റ്സ് മുതൽ ഒരു 50 മിനിറ്റ്സ് വരെ സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ എപ്പോഴും പേഷ്യൻസിനോട് പറയും, നിങ്ങൾക്ക് 15 മിനിറ്റ് ചെയ്യാൻ പറ്റും, എന്നാലും നിങ്ങൾ ചെയ്യരുത്. ആദ്യം ഒരു 3 മിനിറ്റിനുള്ള സ്റ്റാർട്ട് ചെയ്യും. ഏറ്റവും നല്ലത് വാക്കിംഗ് ആണ്. ഇപ്പോൾ ബ്രിസ്ക് വാക്കിംഗ് ആയിട്ട് ചെയ്യാം, അല്ലെങ്കിൽ യോഗ പോലെ ചെയ്യാം. അധികം നമ്മൾ പെട്ടെന്ന് ടയേർഡ് ആവാത്ത രീതിയിൽ ഒരു സ്റ്റാർട്ടിങ് ചെയ്തു വെക്കാം. അപ്പോൾ ഒരു 3 മിനിറ്റ്സ് ഒരു 2 ഡേയ്സ് ചെയ്തു, ദെൻ 6 മിനിറ്റ്സ്, 10 മിനിറ്റ്സ്, 15 മിനിറ്റ്സിലോട്ട് ആക്കുമ്പോൾ നേരത്തെ പറഞ്ഞ ഹാബിറ്റായിട്ട് അത് മാറിയിട്ടുണ്ടാവും. എന്ന് വെച്ചാൽ നമ്മൾ ബ്രഷ് ചെയ്യുന്ന പോലെ, കുളിക്കുന്നത് പോലെ കംഫർട്ട് സോണിലാവണം ഫിസിക്കൽ ആക്ടിവിറ്റി.